ലൈവിൽ കുറച്ച് മുന്നേ അനീഷിനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു. പോയിച്ച് വന്ന സമയം മുതൽ അനീഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, സൂപ്പർ എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു സമാധാനം. അപ്പോൾ ഓരോരുത്തരും കൺഫെക്ഷൻ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, സീക്രട്ട് ടാസ്ക് വല്ലതും തന്നോ? എന്താണെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്. കാരണം സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിക്കും, 4-5 പേരെ. അതിൽ ഇടയിലുള്ള ഒരാളിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ആ ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, അത് അവിടെ പോയി നോക്കണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് നല്ല സൂപ്പർ എക്സ്പീരിയൻസാണ് കിട്ടിയിരിക്കുന്നത്. എന്നെയും വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറഞ്ഞ്, വിളിക്കുമായിരിക്കും, അറിയത്തില്ല. അല്ല, എന്നെ എന്തിനാണ് വിളിക്കുന്നത്? ഞാനിവിടെ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുകയല്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു വിളിച്ചേ? ബിഗ് ബോസ് എന്തെങ്കിലും തന്നോന്ന് ചോദിക്കുന്നുണ്ട് അനുമോൾ. അനീഷ് ആദ്യം ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഒരുപാട് കാര്യങ്ങൾ തന്നു. വയറ് നിറയെ തന്നോന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എനിക്കും കുറേ തന്നു. അനീഷ് പറയുന്നുണ്ട്, വയറ് നിറച്ച് തന്നു, മനസ്സും വയറും നിറഞ്ഞു. അനീഷ് ഷാനവാസിനെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അപ്പം ഷാനവാസിന് ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, മോര് കുടിച്ചാൽ മതി, പിടുത്തം പോകുമെന്ന്. ഞാൻ കിടന്നുറങ്ങുകയാണ്, എന്നെ വഴക്കിന് വിളിക്കേണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാണ്, ഫൈനൽ 5 വരുന്നവരെയൊക്കെ ലാസ്റ്റേ വിളിക്കത്തുള്ളൂ. ഷാനവാസിനെ നോക്കി നമ്മുടെ അനീഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ഷാനവാസിനൊന്നും പിടി കിട്ടുന്നില്ല. കുറേ സമയമായിട്ട് ഷാനവാസ് ഓരോന്ന് ചോദിക്കുന്നു, പക്ഷേ അനീഷ് ഒട്ട് ഒന്നും പറയുന്നുമില്ല. ഷാനവാസ് ആകെ കൺഫ്യൂഷനിലായി.